ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടെൻ്റാണ്. അപ്പം ഞാൻ അത് ഇന്നലെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരാം. നമുക്ക് അതിനുള്ള സാധനങ്ങൾ എടുക്കാമോ? നമുക്ക് അതിന് ഒരു 4-3 കമ്പെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 3-4 കമ്പ് വേണം, ഒരേ സൈസിലുള്ളതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് കയറ് വേണം. പിന്നെ ഇത് ഞാൻ വെറുതെ എടുത്തത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, യോഗ മാറ്റാണ്. അപ്പം ഇത് തറയിൽ നിന്നും വിരിച്ചിട്ട് ഉണ്ടാക്കാനാണ്. പിന്നെ നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ടിടാൻ ഷീറ്റും വേണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ ഈ 3 കമ്പ് കൂടി വെച്ച് 4 കമ്പ് കൂടി വെച്ച് ഒരുമിച്ച് ഉണ്ടാക്കിയാൽ അത് ഈക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ 2 കമ്പ് ഇങ്ങനെ വെച്ചിട്ട് കയറ് ഇത് സൈഡിൽ ഇത് 2 തടിയുണ്ട്. എത്ര വീതിയാണോ അങ്ങനെ അകത്തി വെക്കാം. ഇത് നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ 2 ആദ്യം വെച്ച് കെട്ടി, പിന്നെ ഇതും കൂടി വെച്ച് ഇറുക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പിടിക്കാതെ തന്നെ ഇങ്ങനെ നിൽക്കണം. ഇന്നലെ കുറേ കെട്ടി പിന്നെയാണ് അത് ശരിയായത്. അല്ല ഇങ്ങനെ അതാകുമ്പോൾ നമുക്ക് പിടിക്കേണ്ട ആവശ്യം ഇങ്ങനെ നടന്ന് ചുറ്റിയാൽ മതി. അപ്പം ഇത് നമ്മൾ 2 കമ്പ് ആദ്യം വെച്ച് ചുറ്റി, അത് കഴിഞ്ഞ് 3ാമത്തെ കമ്പും കൂടി വെച്ച് ചുറ്റി. ഇപ്പം 4ാമത്തെ കമ്പ് വെച്ചിട്ട് ആ ഒരു കയർ ഫുള്ള് ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പതുക്കെ ആ ഒരു കമ്പ് പിടിച്ചിട്ട് ഇത്തിരി കൂടി അകറ്റാം. രാമിങ്ങിയാണ് എത്ര സ്പേസ് വേണോ എന്നിട്ട് ഇത് വേണമെന്നില്ല കേട്ടോ. യോഗ മാറ്റ് എടുത്തിട്ട് ഞാൻ ഈ സൈഡിൽ കൂടി ഈ ഒരു ഇരിക്കേണ്ട സ്പേസിൽ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഞാൻ അത്രയ്ക്ക് വീതിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ടയിൽ കൊടുന്ന് ഷീറ്റ് ഇടാൻ പോകുന്നു. ഇന്നലെ ഉണ്ടാക്കുമ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2-3 ഷീറ്റ് എടുത്തത്. വെയിലിൻ്റെ അകത്തോട്ട് അടിച്ചാൽ ഇനിയിപ്പോൾ വെയിലില്ല. ആദ്യമേ നമ്മൾ ഇങ്ങനെ വെക്കും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ തറയിൽ വിരിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ എന്തെങ്കിലും ടൂറിനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് വെച്ചാൽ നമുക്ക് മഴയൊക്കെ കൊള്ളാതെ അവിടെ ഇരിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പം ഇവിടെ മണ്ണായതുകൊണ്ട് ഞാൻ കല്ല് വെക്കുന്നതേ ഉള്ളൂ. പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആണി അടിച്ചോ ഒക്കെ വെക്കാൻ പറ്റും. നമ്മൾ വെയിറ്റുള്ളൊരു കല്ല് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകും. കളിച്ച് വെക്കണം. നിങ്ങളിലിപ്പോൾ ഇല്ലാത്ത കല്ലാണെങ്കിൽ 2 കല്ല് അത് കണക്ക് തുറന്നും വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കളിച്ച് വെച്ചിട്ട് ഇനിയും വെക്കണം. ഇനി നമ്മൾ ഈ എൻട്രൻസ് ആണ് ശരിയാക്കുന്നത്. അപ്പം ഞാനിവിടെ 2-3 കെട്ട്
കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിലാണ് നമ്മൾ കെട്ടുന്നത്. നിങ്ങൾ ടാർപ്പയിലാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഞാൻ ഇപ്പം നമ്മൾ ദൂരെയൊക്കെ പോകണമെങ്കിൽ ഇത് എനിക്ക് ഇപ്പം അവിടെ കമ്പ് കാണും. കമ്പുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയായാലും മതി. ഇത്ര ദൂരെയാണോ വേണ്ടത്. ഇപ്പം എനിക്കിവിടെ അല്ലെങ്കിൽ മരം ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാനും മതി. അപ്പം ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇവിടെ മേലത്തെ ഒരു അശയുണ്ട്. അശ പോകുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു കെട്ടയാണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ടെൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ കമ്പിന് ബലമായിട്ടുള്ള എന്തെങ്കിലും വെക്കണം. ഇപ്പോൾ അത്രയ്ക്ക് ബലമില്ലാത്തൊരു കല്ലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ ടാർപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ആണി അടിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അകം. അപ്പോൾ ഈ എൻട്രൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കയറഴിക്കാം. രാത്രിയൊക്കെ നമ്മൾ കിടക്കാൻ നേരത്തും ഒക്കെ ഈ കയറഴിക്കാം. ഇത് ഞാൻ ഇന്ന് കാണിച്ചു തന്നത് ഇപ്പോൾ നമുക്ക് ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ്സ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. ഇത് ചെയ്തപ്പോൾ എനിക്ക് 10 മിനിറ്റ്സ് ഞാൻ എടുത്തോളൂ. ഇതിപ്പോൾ ഈസിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിനി ദൂരെ പോകുമ്പം കുറച്ചും കൂടി സ്ട്രോങ് ആവണമെങ്കിൽ ആണിയൊക്കെ അടിച്ചു വെക്കാം. അപ്പോൾ ഈ ഷീറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് മഴ നനയും. മഴ നനയാതെ വെയിലൊന്നും കൊള്ളാതെ ടാർപ്പൊക്കെ ഇട്ടാലും റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.